ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു സ്കേർട്ട് ആൻഡ് ടോപ്പ് സ്റ്റിച്ച് ചെയ്താലോ? ഒരു കുഞ്ഞു കുട്ടിക്കുള്ളതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. ബ്രൊക്കേഡ് മെറ്റീരിയലാണ്. അവരൊരു റെഫറൻസ് പിക്ക് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം അതേ കളർ കോമ്പിനേഷനിൽ ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് ഈ രണ്ട് കളറാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ലൈനിങ്ങും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയി നോക്കിയാൽ മതി. ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഫൈനൽ ലുക്ക് കിട്ടിയിട്ടുള്ളത്. അവർ പറഞ്ഞ രീതിയിൽ തന്നെ ഏകദേശം അതേ കളർ കോമ്പിനേഷനിൽ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഈ രണ്ട് കളറും നമ്മൾ നന്നായി മാച്ചായി പോകുന്നുണ്ടായിരുന്നു. പിന്നെ മോൾ ഇട്ടിട്ടാണെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു എന്ന് അവരെല്ലാവരും പറഞ്ഞു. നല്ലൊരു ഫീഡ്ബാക്കാണ് കേട്ടോ ഈ കോസ്റ്റ്യൂമിന് കിട്ടിയത്. അവർ ചെയ്യാൻ പറഞ്ഞ് കാണിച്ചു തന്ന പിക്ചറിൽ ഈ ടോപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ട് റൗണ്ട് ബീഡ്സ് വെച്ചിട്ടുള്ള ഹാങ്ങിങ്സ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് അത് സ്റ്റോക്കില്ലാത്ത കാരണം ഞാൻ ഈ ലേസ് വെച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. പക്ഷേ വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല മാച്ചായി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ബാക്ക് സൈഡിൽ ഇതേപോലെ ഒരു ബോയും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞ് രണ്ട് ക്ലിപ്പ് കൂടി ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഈ വീഡിയോയിലില്ല, അത് കാണിക്കാൻ ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. എന്തായാലും ഞാൻ ഇട്ടിട്ടുള്ള 1-2 പിക്ക് ഇതിൻ്റെ ലാസ്റ്റ് കൊടുക്കാം. അതുപോലെ തന്നെ അവർ ഇതിൻ്റെ ഫീഡ്ബാക്കായിട്ട് എനിക്ക് അയച്ച മെസ്സേജ് കൂടി ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കുഞ്ഞിട്ടിട്ടുള്ള ഫോട്ടോ ആണ് കേട്ടോ അത്. നല്ല ഭംഗിയിലേ കാണാൻ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് പറയണേ. അതിൻ്റെ ലാസ്റ്റ് അവരയച്ച ഫീഡ്ബാക്ക് കൂടി കൊടുക്കാം കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയൊരു വർക്കായിരുന്നു ഇത്.